9.5 സെന്റ് സ്ഥലത്തില് 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള 52 ലക്ഷം രൂപ ചോദിക്കുന്ന നല്ലൊരു പുതുപുത്തൻ വീടിന് മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. പല പൊൻകുന്നം റോഡിൽ പൂവരണിക്ക് സമീപത്തായിട്ട് അടിപൊളിയായിട്ട് പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന 1300 സ്ക്വയർ ഫീറ്റ് കാർ പോർച്ച് സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് കാർ പോർച്ചിന്റെ അളവ് കൂടാതെ തന്നെ ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി വീട് ഇതാ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ വഴി മീനത്തിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനത്തിൽ ഹോംസിന്റെ പുതുപുത്തൻ വീഡിയോ ഇതായി ഇവിടെ തുടങ്ങുമ്പോൾ ഒരു പുതുപുത്തൻ വീടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. എന്നും പുതുപുത്തൻ വീടുകളുമായിട്ട് മീനത്തിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അതുകൊണ്ട് പുതുപുത്തൻ വീടെന്ന് പറയണ്ട, എപ്പോഴും പുതിയ വീടുകളോടാണ് നമ്മൾ അവതരിപ്പിക്കാൻ താല്പര്യം. ഇന്ന് നമ്മൾ പോയേക്കുന്നത് ഇതാ പാലാ പൊൻകുന്നം റോഡിൽ പൂവരണിക്ക് സമീപത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുക. നല്ല അടിപൊളി വീട്, നല്ല മുറ്റവും സൗകര്യമൊക്കെ ഉള്ള. അവർ പറഞ്ഞത് 9.5 സെന്റ് എന്നാണ്, പക്ഷേ അത്രയും അല്ല എനിക്ക് തോന്നിക്കുന്നത്. കാരണം അതുപോലെ മുറ്റം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കാർ പോർച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കാർ പോർച്ച്, മുറ്റത്ത് അത്യാവശ്യം ഗാർഡൻ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഏരിയയും കൊടുത്തുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി മുറ്റം. ഇതാണ് കാർ പോർച്ച് വന്നിരിക്കുന്നത്. കാർ പോർച്ച് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോകാം. തൊട്ടപ്പുറത്തെ വീട് ഈയിടെ കൊടുത്തു പോയ വീടാണ്, സെയിലായ വീടാണ്. അപ്പോൾ നല്ല രീതിയിൽ പണിയുകയും ചിലവ് കുറഞ്ഞ രീതിയിൽ റേറ്റില്ലാത്ത രീതിയിൽ വിൽക്കുകയും ചെയ്യുന്ന ടീമുകളാണ് ഇവർ. അപ്പോൾ റേറ്റ് കുറഞ്ഞ രീതിയിൽ വലിയ ലാഭങ്ങളൊന്നും എടുക്കാതെ സാമാന്യ ലാഭത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന, എന്നാൽ നല്ല രീതിയിൽ കൺസെഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇതാണ് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ഇവിടെ ലഭിക്കും എന്നുള്ളത് ഒരു വലിയൊരു പ്രത്യേകതയാണ് ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഈ ഏരിയയുടെ. എന്നാൽ വെള്ളം കയറത്തുമില്ല. ഇതായി മുകളിൽ കാണുന്ന മതിലാണ് നമ്മുടെ അതിര്. അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വീണ്ടും പോവുകയാണ്. തൊട്ടപ്പുറത്തും ഇവരുടെ തന്നെ അടുത്ത വീട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വീട്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വീട് കാണാൻ വരുമ്പോൾ ഇവരുടെ കൺസ്ട്രക്ഷൻ്റെ സ്റ്റൈല് കാണണമെങ്കിൽ അപ്പുറത്തെ വീടൊന്ന് കയറി കണ്ടാൽ മതി. കാരണം പണി തീരാത്ത വീടിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്, ഒട്ടും വ്യത്യാസമില്ലാത്ത രീതിയിലാണ് ഈ വീടും ചെയ്തിരിക്കുക. നമുക്ക് ഫ്രണ്ട് എലവേഷനിലേക്ക് വീണ്ടും വന്നു. നല്ല ഫ്രണ്ട് എലവേഷൻ തന്നെ, നല്ല അടിപൊളി എലവേഷൻ, നല്ലൊരു സിറ്റ് ഔട്ട്. നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി വീട്. 52 ലക്ഷം രൂപ ചോദിക്കുന്നത് മാത്രം നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം, റേറ്റ് കുറഞ്ഞ വീടുകൾ അല്ലെങ്കിൽ ഒരു 40, 50, 60 ബഡ്ജറ്റ് വീടുകൾ ചോദിച്ച് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണിക്കാൻ ഒത്തിരി വീടുകളില്ല. കാരണം നമുക്ക് ഇപ്പോഴത്തെ മെറ്റീരിയൽ കോസ്റ്റുകൾ തന്നെയാണ്. നമ്മൾ വീടിനകത്തേക്ക് കയറി നല്ല ഇൻറ്റീരിയൽ വർക്കുകൾ കൊണ്ട്, ജിപ്സം വർക്കുകൾ കൊണ്ട് മനോഹരവും ഗംഭീരവുമായ നല്ലൊരു വീടാണ് ഇവിടെ. രൂപക്കോടിനുള്ള പോയിന്റ് കയറി വരുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു രൂപക്കോട്. ഇവിടെ TV യൂണിറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ജിപ്സം വർക്ക്, നല്ല TV യൂണിറ്റ്, നല്ല രൂപക്കോട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു സോഫ സെറ്റും ഒരു ടീപ്പോയൊക്കെ ഇട്ട് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇരിക്കാവുന്ന രീതിയിലാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ്. ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതിലും മനോഹരമായ ജിപ്സം വർക്കുകൾ. അവിടെ ഒരു ഭിത്തിക്ക് ഒരു എക്സ്ട്രാ കളറൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാഴ്ചയ്ക്ക് കണ്ണിന് നല്ല കൗതുകമേറുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മടുക്കുകയില്ലാത്ത രീതിയിലുള്ളൊരു കളറുകൾ എന്ന് പറയുകയല്ലേ, അങ്ങനെയുള്ളൊരു കളർ കോഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്. വാഷ് കൗണ്ടറിൽ വാൾ ടൈലൊക്കെ ഒട്ടിച്ച് ബാക്കി ഭാഗം ജിപ്സം വർക്കൊക്കെ ഡസ്റ്റർ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് ഉണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 3 6 ജനലാണ് കൊടുത്തിരിക്കുന്നത്. വായു സഞ്ചാരം നല്ല രീതിയിൽ കിട്ടാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികളാണ്. ഇവിടെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു വീട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. മിറർ ലാമ്പ്, അതുപോലെ തന്നെ ക്ലോസറ്റ് എല്ലാം കമ്പനി സാധനങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് നല്ല ടൈല് വർക്കുകളാൽ അലങ്കൃതമായ നല്ല കളറൊക്കെ ഉള്ള നല്ല ടൈലൊക്കെ ഇട്ടിരിക്കുന്ന
നല്ലൊരു വീട്. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ കിച്ചണും ഒരു ബെഡ്റൂമും. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക. ഇതാണ് വാഷ് ഏരിയ. തൊട്ടടുത്ത് ഒന്നും കൂടെ അടുത്ത് വന്നതെന്ന് കാണിക്കുകയാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കുമാണ് ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുക. ഇവിടെയും AC-യുടെ പോയിന്റ് ഉണ്ട്. ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാന്, ഒരു ഫാൻസി ലൈറ്റ്, അതുപോലെ തന്നെ AC-യുടെ പോയിന്റ്, വുഡ് ലാമ്പ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ ബെഡ്റൂമുകളിലെ. ബാത്റൂം ഫിറ്റിംഗ്സുകൾ നമുക്ക് ഇവിടെ ക്ലോസറ്റ്, അതുപോലെ വാഷ്, അതുപോലെ മിറർ ലാമ്പ്, ഷവർ, അതുപോലെ തന്നെ ഹെൽത്ത് ക്ലോസറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതുപോലെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന്, അതൊക്കെയാണ് നമ്മുടെ ബാത്റൂം ഫിറ്റിംഗ്സുകൾ. ഹൈവേയിലേക്കുള്ള ദൂരം 700 മീറ്റർ ദൂരമാണ്. പാലാ പൊൻകുന്നം ഹൈവേയിലേക്ക് 700 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. വീട് വരെയും ടാർ റോഡാണ്. പാലാ ടൗണിലേക്ക് 4 കിലോമീറ്റർ ദൂരവും പൈക ടൗണിലേക്ക് 2.5 കിലോമീറ്റർ ദൂരവുമാണ് ഈ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ പൈക വഴി ഹൈറേഞ്ച് മേഖലകളിലേക്ക്, പൈക, പിണ്ണാക്കിനാട്, മുണ്ടക്കയം വഴി ഹൈറേഞ്ച് മേഖലകളിലേക്ക് പോകുവാനും, അതുപോലെ തന്നെ നമുക്ക് കോട്ടയം ഭാഗത്തേക്ക് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഇവിടുന്ന് നേരെ സ്വന്തം വണ്ടിയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് കോട്ടയത്തെത്താം. അത്രയും ഷോർട്ട് കട്ട് വഴികളുണ്ട്. കൊഴുവനാൽ വഴിയൊക്കെ കയറി നമുക്ക് ചെറുപ്പങ്ങൾ മെഡിസിറ്റിയിലേക്ക് പെട്ടെന്ന് ചെല്ലാവുന്നതാണ്. ബ്രില്യൻ്റ് കോളേജുമായിട്ട് അധികം ദൂരത്തിലല്ല. ഇവിടെ എല്ലാ സ്കൂളുകളിലേക്കും വണ്ടികൾക്ക് പിള്ളേരോട്ടം പോകുക എന്ന് പറയല്ലേ നമ്മൾ, ഒമിനി അല്ലെങ്കിൽ ട്രാവലർ പോലെയുള്ള വണ്ടികളൊക്കെ ഈ വീടിൻ്റെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ വന്ന് പിള്ളേരെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. നടന്നു പോയി കടയിൽ പോയി സാധനം മേടിക്കുവാനൊക്കെ ആയിട്ടുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു കിച്ചണിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. കിച്ചൺ അസാമാന്യ കിച്ചൺ തന്നെയാണ്. അപ്പോൾ കിച്ചണ് വർക്ക് ഏരിയയ്ക്ക് പകരം നമുക്ക് വേറെ ഒരു ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു സിറ്റ് ഔട്ട് പോലെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ആയി കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയാണ് ഇലക്ട്രിക് ചിമ്മിനി, സ്റ്റൗ ഒക്കെ വെക്കാനായിട്ടുള്ള പോയിന്റ് വന്നിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഡോറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മനോഹരമായ ഒരു കിച്ചൺ, നല്ല വലിപ്പമുള്ള മനോഹരമായ ഒരു കിച്ചൺ. ഈ കിച്ചൻ്റെയും വർക്ക് ഏരിയ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് ഇനി വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളെ ഏത് സമയത്തും വിളിക്കാം. നിങ്ങൾക്ക് വന്ന് ഈ പ്രോപ്പർട്ടി കാണാവുന്നതാണ്. 52 ലക്ഷം രൂപ ചോദിക്കുക മാത്രം. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി വീടാണ് ഈ കാണുന്നത്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും, മീനച്ചൽ ഹോംസിനെ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ യൂട്യൂബ് വഴി ആദ്യമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത കേരളത്തിലെ ആദ്യ കമ്പനിയാണ് മീനച്ചൽ ഹോംസ്. ലൈസൻസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.